പശ്ചിമേഷ്യയിലെ ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ പരിശോധിക്കുകയായിരുന്നു. മാത്രമല്ല 5 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും ഇതൊന്നും ഇറാന്റെ അനുവാദത്തോടെയോ ഇറാനുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലോ അല്ല എന്ന് ഇറാൻ പറയുകയും അമേരിക്കൻ പ്രസിഡന്റ് നന്നായി പരിഹസിക്കുകയും ചെയ്തു ഇറാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 5 ദിവസത്തെ ഇടവേള എടുത്ത് മറ്റൊരാക്രമണത്തിന് കരുത്താർജിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ചെയ്യുന്നത് എന്ന വാർത്ത കൂടി വരുമ്പോൾ പശ്ചിമേഷ്യയിലെ ഇപ്പോഴത്തെ അവസ്ഥ പരിശോധിക്കാൻ നമുക്കൊപ്പം അന്തർദേശീയ ഡെസ്കിൽ നിന്ന് PP ജെയിംസ് കൂടി തത്സമയം ചേരുന്നു. PP ജെയിംസ്, പ്രൈം ഡിബേറ്റിലേക്ക് താങ്കൾക്കും സ്വാഗതം. ജെയിംസ്, ഇന്ന് പകൽ ശരിക്കും അത്ര ആക്രമണ രീതി ഇറാൻ അവലംബിച്ചില്ലെങ്കിലും അവരൊരു നല്ല ഫൈറ്റിന് തയ്യാറെടുക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ കാര്യങ്ങളിൽ മാറ്റം വന്നിരിക്കുന്നു. ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇറാൻ ഇസ്രായേലിലേക്ക് 7 വേവ്സ് ഓഫ് അറ്റാക്ക് എന്നാണ് പറയുന്നത്. 7 തവണ ആക്രമിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല ടെല്ലവീവിലെ തെരുവുകളിൽ ബോംബുകൾ വന്നു വീണിരിക്കുന്നു. ജെറൂസലമിൽ, ഹൈഫ നഗരത്തിൽ, സെൻട്രൽ ഇസ്രായേലിലൊക്കെ വന്നു വീണിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും യുദ്ധം കൂടുതൽ രൂക്ഷമാവുന്നതിന്റെ സൂചനകളാണ് കാണുന്നത്. എന്ന് മാത്രമല്ല ഇസ്രായേലും ടെഹ്റാനിൽ, ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ തിരിച്ചടി നടത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ എനർജി സെന്റേഴ്സ്, ഗ്യാസ് സ്റ്റേഷനുകളിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ ട്രംപ് പറയുന്ന പോലെ 5 ദിവസത്തെ ഈ വെടിനിർത്തൽ എന്നുള്ളത് അമേരിക്കയ്ക്ക് മാത്രം ബാധകവും ഇസ്രായേലും ഇറാനും അത് അനുസരിക്കുന്നില്ല. ഒരേ സമയത്ത് ട്രംപിന് നാണക്കേടാവുന്ന അവസ്ഥയാണ്. ഇസ്രായേൽ വെടിനിർത്താൻ തയ്യാറായിട്ടില്ല, ഇറാനും വെടിനിർത്തിയിട്ടില്ല. എന്ന് മാത്രമല്ല ഇറാൻ അവരുടെ ഒരു പുതിയ ദേശീയ സെക്യൂരിറ്റി ചീഫിനെ കൊണ്ടുവന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് ബാഗർ സോൾഗാദർ എന്നാണ്. അദ്ദേഹം നേരത്തെ റവല്യൂഷണറി കമാൻഡർ ആയിട്ട് അറിയപ്പെടുന്ന റവല്യൂഷണറി ഗാർഡ്സിന്റെ കമാൻഡർ ആയിരുന്നു. വലിയ തീവ്ര നിലപാടുള്ള ആളാണ്. ലാറി ജാനി, അവരുടെ ദേശീയ സുരക്ഷാ കൗൺസിലിന്റെ മേധാവി, കൊല്ലപ്പെട്ടതിന് പകരമായിട്ടാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത്. അതിനുശേഷം യുദ്ധം കൂടുതൽ രൂക്ഷമാക്കുന്ന നിലപാടിലേക്കാണ് ഇറാൻ പോയിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇസ്രായേലിലേക്ക് മാത്രമല്ല സൗദി അറേബ്യ, ഖത്തർ, കുവൈറ്റ് അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് ഇപ്പോൾ മിസൈലുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തകർത്ത് കളയുന്നുണ്ട്. എന്തായാലും SKN ഇത് കൈവിട്ട ഒരു സെക്കൻഡ് ലെബനോനിലേക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം PP ജെയിംസ്, ഒരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ഒരു റിപ്പോർട്ട് വന്നിരുന്നു. അത് പിന്നെ ഇറാനിലെ പരമോന്നത നേതാവിന്റെ സൈനിക ഉപദേഷ്ടാവിൻ്റെതായി പുറത്തു വന്ന ഒരു വിവരമാണ്. ഇറാൻ ഒരു ചർച്ചയ്ക്ക് തയ്യാറാണെന്നും ആ ചർച്ചയ്ക്ക് ചില നിബന്ധനകൾ ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്നും. അതായത് അതിൽ ഏറ്റവും പ്രധാനം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇറാന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇനി മുതൽ അമേരിക്ക ഇടപെടില്ല എന്ന് അന്താരാഷ്ട്ര തലത്തിൽ ഒരു ഉറപ്പ് തന്നാൽ മാത്രം ചർച്ചയ്ക്ക് തയ്യാർ എന്ന ഒരു നിബന്ധന കൊണ്ട് ഇറാൻ തയ്യാറാകുന്നു. അതായത് ഇതുവരെ ഉണ്ടായ ഈ പറയുന്ന മാരകമായ നാശനഷ്ടങ്ങൾക്ക് എത്രയോ ബില്യൺ ഡോളർ നഷ്ടപരിഹാരം വേണം. ഇനി മേലെ ഇടപെടരുത്, ഇനി മേലെ യുദ്ധം എന്ന പരിപാടിക്ക് ഈ വഴിക്ക് വന്നു എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ അമേരിക്ക TC ആണ് ഇറാൻ. അപ്പൊ ഇതിലേക്ക് വരുമ്പോ ഒരു കാര്യം വളരെ വ്യക്തമാവുന്നത്, ഇപ്പോ ഗോപികൃഷ്ണൻ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. മുസ്തഫ ഖമനായി, അവിടുത്തെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അർഗാച്ചിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഈ നിബന്ധനകളോടെ ഈ തരത്തിലുള്ള വെടിനിർത്തലിനും യുദ്ധം നിർത്താൻ തയ്യാറാണ്. പക്ഷെ നിബന്ധനകൾ ഒരു തരത്തിലും അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ അംഗീകരിക്കാൻ പറ്റുന്ന നിബന്ധനകളല്ല. ഇപ്പം നടത്തിയ എല്ലാത്തിനും നഷ്ടപരിഹാരം നൽകണം എന്ന് ഹാഷ്മി പറഞ്ഞത് വളരെ ശരിയാണ്. ഗോപി പറഞ്ഞ കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ നിബന്ധനകൾ എന്ന് പറയുന്നത് അവിടെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടാൻ പാടില്ല എന്ന് മാത്രമല്ല, സമ്പുഷ്ട യുറേനിയത്തിന്റെ കാര്യത്തിൽ, അണ്വായുധത്തിന്റെ കാര്യത്തിൽ, ഒരു കാര്യത്തിലും ഇത് എന്തിനു വേണ്ടിയാണോ അമേരിക്ക യുദ്ധം നടത്തിയത്, ഇസ്രായേൽ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത്, അതിൽ നിന്നൊക്കെ പിന്മാറണമെന്നാണ് ആവശ്യം. അതുകൊണ്ടാണ് ഇസ്രായേലും അമേരിക്കയും തമ്മിൽ വ്യക്തമായ അഭിപ്രായ ഭിന്നതയുണ്ട് എന്ന് ഇതാവുന്നത്. അമേരിക്കയോട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരിട്ട് പറഞ്ഞത് വലിയ രീതിയിൽ വാർത്ത വന്നതാണ്. അമേരിക്ക ഈ യുദ്ധത്തിന് ഏറ്റുമുട്ടലിന് തയ്യാറല്ലെങ്കിൽ ഇസ്രായേൽ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യും. ഇപ്പോഴും ഇസ്രായേലിന്റെ അവസ്ഥ, ഇസ്രായേൽ അതിന്റെ ലക്ഷ്യങ്ങൾ നേടിയിട്ടില്ല. ബാലിസ്റ്റിക് മിസൈലുകൾ നൂറുകണക്കിന്, ആയിരക്കണക്കിന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അവരെ ഉപയോഗിക്കുന്ന ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിക്കുന്നു, ഹൈപ്പർസോണിക് മിസൈലുകൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ തരത്തിൽ യുദ്ധം കൂടുതൽ രൂക്ഷമാക്കുന്ന തരത്തിലേക്ക് ഇസ്രായേൽ കൊണ്ടുപോകുന്നത്, ഗ്യാസ് സ്റ്റേഷനിലേക്ക് തന്നെ കയറി ആക്രമിച്ചിരിക്കുന്നത്, പ്രകൃതി വാതക സ്റ്റേഷനുകൾ ആക്രമിച്ചാൽ ഞങ്ങൾ ഗൾഫ് രാജ്യങ്ങൾ ഒരു മിനിറ്റ് കൂടി ഗൾഫ് രാജ്യങ്ങളിലേക്ക് കയറി ഞങ്ങൾ ആക്രമിക്കും. അപ്പൊ ഗൾഫ് രാജ്യങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് വാൾ സ്ട്രീറ്റ് ജേർണലിന്റെ തീരുമാനപ്രകാരം അവർ നിൽക്കുന്ന ഒരു തീരുമാനം എന്ന് പറയുന്നത് യുദ്ധത്തിൽ ഞങ്ങൾ ഇറങ്ങാൻ നിർബന്ധിതമാവുമെന്ന് സൗദി അറേബ്യയും
അതുപോലെ തന്നെ UAE ഒക്കെ പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അപ്പൊ അതിലേക്ക് വലിച്ചെത്തിക്കാനാണ് ഇസ്രായേൽ നോക്കുന്നത്. അമേരിക്ക ഒരുപക്ഷെ അത് ആഗ്രഹിക്കുന്നില്ല. ഒരു കാര്യം കൂടി ഉള്ളത് SKN, പാകിസ്ഥാൻ മീഡിയേഷൻ നടത്തുന്നു എന്ന് പറയുന്നു. ഒരുപക്ഷെ ഒരു ബാലൻസിങ് ആക്ട് ആയിട്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് ട്രംപ് ഈ സംസാരം നടത്തിയിട്ടുള്ളത്. ഇറാനും ഇസ്രായേലിനും പാകിസ്ഥാനുമായി നല്ല ബന്ധമില്ല, ഇന്ത്യക്ക് ആ തരത്തിൽ ബന്ധമുണ്ട്. അപ്പം അതുകൊണ്ട് അമേരിക്കയും പാകിസ്ഥാനും മാത്രമാണ് യഥാർത്ഥത്തിൽ നല്ല ബന്ധമുള്ളത്. ഇറാനും ഇസ്രായേലിനും ആ തരത്തിൽ ബന്ധമില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഡൊണാൾഡ് ട്രംപ് വിളിച്ചിട്ടുള്ളത്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.